നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാസ്റ്ററിംഗിന്റെ പേരിൽ റേഷൻ ഉപഭോക്താക്കളെ ദ്രോഹിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസറെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഗുരുദക്ഷിണ 2024 അവാർഡ് ദാനം ഞായറാഴ്ച. ഓൺലൈൻ തട്ടിപ്പ് യുവാവ് അറസ്റ്റിൽ. പിരാരി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. മസ്റ്ററിംഗ് അപാകത പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. റേഷൻ കടകളിൽ മസ്റ്ററിംഗിന്റെ പേരിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ജനങ്ങൾ തെരുവിൽ ക്യൂവിലാണ്. സർവർ കംപ്ലൈന്റ് എന്ന പേരിൽ ഒരാൾ പോലും മസ്റ്ററിംഗ് നടത്താൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. 15, 16, 17 എന്ന തീയതികളിലാണ് സർക്കാർ അനുവദിച്ച സമയം. നോമ്പും പരീക്ഷയും പ്രതികൂല കാലാവസ്ഥയും പരിഗണിച്ച് റേഷൻ കടകൾക്ക് മുമ്പിൽ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് കാലാവധി ഇല്ലാതെ മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപരോധ സമരത്തിൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം സ്തംഭിക്കുകയാണ്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ നിർദ്ദേശം ആണെന്നാണ് അറിയിപ്പ് ലഭിച്ചത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മസ്റ്ററിംഗ് സൗകര്യം ഒരുക്കാം. റേഷൻ വിതരണം ഒരു തരത്തിലും സ്തംഭിക്കില്ല എന്നും ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ C കിദർ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പുത്തൂർ രമേശ്, അനിൽ ബാലൻ, S സേവിയർ, മുനിസിപ്പൽ കൗൺസിലർമാരായ D ഷജിത് കുമാർ, FB ബഷീർ, PS വിപിൻ, മോഹൻ ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി C നിഖിൽ, KR ശരരാജ്, V ആറുമുഖൻ, KN സഹീർ, രാജ്കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുദക്ഷിണ 2024 അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും ഗസാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 സാമൂഹികരംഗത്ത് നിൽക്കുന്ന, സാംസ്കാരികത്ത് നിൽക്കുന്ന എഴുത്തുകാരൊക്കെയായി ബന്ധപ്പെട്ട ആളുകളെ ആദരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ആളുകളാണ് അധികം നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 3 പേര് ഒഴികെ നമ്മൾ 6 പേർക്കാണ് അവാർഡ് നൽകുന്നത്. അത് 3 പേര് ഒഴികെ ബാക്കി 3 പേരും പാലക്കാട്ടുകാരാണ്. അതുപോലെ ആദരിക്കുന്ന ആളുകൾ എല്ലാവരും പാലക്കാട് ആളുകളാണ്. മുതിർന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പം സ്വസ്ഥതയിലേക്ക് എത്തുന്ന ആളുകളെയാണ് നമ്മൾ ഇതിനകത്ത് ആദരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ആദരവ് കിട്ടുക പതിവില്ല, അംഗീകാരം കിട്ടുക പതിവില്ല. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർക്ക് അവാർഡും ദീർഘകാല സാമൂഹ്യ സേവനത്തിന് ആദരവും നൽകുന്നു. ആധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ധർമ്മപ്രബോധം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗുരുദക്ഷിണ 2024 പരിപാടിയിലാണ് അവാർഡുകൾ നൽകുന്നത്. 2024 മാർച്ച് 17 കാലത്ത് 10 മണിക്ക് പാലക്കാട് ഹോട്ടൽ ഗസാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഏകലവ്യാശ്രമം മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ മുഖ്യപ്രഭാഷണം നടത്തും. സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായിരിക്കും. പ്രൊഫസർ A സ്വാമിനാഥൻ വിജ്ഞാനരമണി ആശ്രമം, VG സുകുമാരൻ പ്രസിഡന്റ് ശ്രീ യാക്കര വിശ്വേശ്വര ക്ഷേത്രം, അഡ്വക്കേറ്റ് രാഗി ശശിധരൻ, VK സിദ്ധാർത്ഥൻ, പ്രജീഷ് പ്രാക്കൽ, ശശി കല്ലേപ്പുള്ളി, SR ശ്രീജ എന്നിവർ സംസാരിക്കും. ധർമ്മപ്രബോധം ട്രസ്റ്റ് ചെയർമാൻ തലശ്ശേരി സുധാകർജി ഭദ്രദീപം തെളിയിക്കുന്ന പരിപാടിയിൽ ട്രസ്റ്റ് ട്രഷറർ ജനറൽ സെക്രട്ടറി സഞ്ജു ശിവൻ സ്വാഗതവും K സനൂപ് നന്ദിയും പറയും. തലശ്ശേരി സുധാകർജി ചെയർമാൻ ധർമ്മപ്രബോധം ട്രസ്റ്റ്, സന്തോഷ് മലമ്പുഴ വൈസ് ചെയർമാൻ സംഘാടക സമിതി, പ്രജീഷ് പ്ലാക്കൽ ജനറൽ കൺവീനർ സംഘാടക സമിതി, ശശി കല്ലേപ്പുള്ളി കൺവീനർ, P മുരുകദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൺലൈൻ പണം തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിൽ.
കോഴിക്കോട് ഫറൂഖ് തരുവന്തുരുത്തി സ്വദേശി സുജിത്തിനെ 34 വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവതിയിൽ നിന്ന് 1.93 ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിലാണ് അറസ്റ്റ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായ പണം തിരികെ ലഭിക്കാനായി അതേ രീതിയിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു. സുജിത്തിന് 1.40 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായിരുന്നു. LDF പുരാരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അഴിമതിയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ വൈകുന്നേരം മുതൽ അത് പുറത്തു വരുന്നത് തടയാൻ കേന്ദ്ര ഗവൺമെന്റ് പഠിച്ച പണി 18 മുക്കി. ആ വിവരങ്ങൾ പുറത്തു വരാൻ കാരണക്കാരായിട്ടുള്ള പാർട്ടി CPIM ആണ്. CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ 4 വർഷം സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഒടുവിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ടറൽ ബോണ്ട് എന്ന് പറയും. കൊടുന്തരപ്പള്ളി അനുഗ്രഹ കല്യാണ മണ്ഡപത്തിൽ ചേർന്ന കൺവെൻഷൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPI പിരാരി ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, CPIM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CP പ്രമോദ്, അജിത് സക്കറിയ, LDF നേതാക്കളായ വേലു, കബീർ വെണ്ണക്കര, മുഹമ്മദ് ബഷീർ, രമേശ് കണ്ണൻ, ലെനിൻ, രമേശ് എന്നിവർ സംസാരിച്ചു. കൊടുന്തരപ്പള്ളി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി M മോഹൻദാസ് സ്വാഗതവും സുധീർ നെല്ലിശ്ശേരി നന്ദിയും പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5 വിളക്കിന് സമീപം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. സംഗമം UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജേതാക്കളായ ചിങ്ങന്നൂർ മനോജ്, പ്രജീഷ് പ്ലാക്കൽ, നഗരസഭാംഗങ്ങളായ A കൃഷ്ണൻ, B സുഭാഷ്, മിനി ബാബു, സുജാത, V മോഹനൻ, H മുബാറക്, K കരുണാകരൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ S സേവിയർ, SM താഹ, രമേശ് പുത്തൂർ, PS വിപിൻ, നിഖിൽ, അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 40 ഡിഗ്രി എത്തിയ പാലക്കാടൻ ചൂടിൽ താരമായി കളർഫുൾ സർബത്ത്. 40 ഡിഗ്രി എത്തിയ പാലക്കാടൻ ചൂടിൽ റോഡിനിരുവശത്ത് നിന്ന് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുന്ന ചിലരുണ്ട്. ശീതള പാനീയങ്ങൾ വിൽക്കുന്ന കടകളും ആളുകളും വെറൈറ്റി കളറിൽ വെറൈറ്റി രുചിയിൽ. പിന്നെ വിലയൊന്നും നോക്കേണ്ട, കേറി കുടിക്കന്നെ. കടുത്ത ചൂടിൽ ഓഫാവാതിരിക്കാൻ തൽക്കാലം ചായയോടും കാപ്പിയോടും വിട. വഴിയോരത്തും കൂൾബാറുകളിലും അരങ്ങുവാഴുന്ന കുറച്ച് പാനീയങ്ങളുടെ കൂൾകൂളായ വിശേഷങ്ങൾ ഇതാ. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് നിറങ്ങളിൽ കമഴ്ത്തി വെച്ചിരിക്കുന്ന സർബത്ത് കുപ്പികളിലും ചില്ലി സോഡ, മസാല സോഡ, മോര് സോഡ എന്നീ ആർഭാടങ്ങളിലും വീണുപോകാത്തവർ കുറവാണ്. സിറപ്പ്, കസ്കസ്ക്, മുളക്, ഡ്യൂട്ടി ഫ്രൂട്ടി, നാരങ്ങ, കടല തുടങ്ങി ചേർക്കുന്ന ചേരുവകൾക്കുമുണ്ട് വ്യത്യസ്തത. കുലുക്കി സർബത്ത് തന്നെ കൂട്ടത്തിൽ കേമൻ. വന്ന് കുടം കലക്കി സർബത്തും വരെയുണ്ട് ലിസ്റ്റിൽ. മിൽക്ക് സർബത്ത്, പാഷൻ ഫ്രൂട്ട് സർബത്ത്, ഓറഞ്ച് സർബത്ത്, അങ്ങനെ വൈവിധ്യങ്ങൾ ഏറെയാണ്. കോൾഡ് ബൂസ്റ്റിനും ആവശ്യക്കാർ ഏറെയുണ്ട്. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്കിപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കരിങ്കൽ ചെമട്ടിയ ഭഗവതി ക്ഷേത്രത്തിൽ വേല ആഘോഷിച്ചു.
കല്ലിങ്കൽ ചെമട്ടേ ഭഗവതി ക്ഷേത്രത്തിൽ വേല ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ വഴിപാടുകൾക്ക് ശേഷം 9-നായിരുന്നു കാഴ്ചശീവേലി. 10:30 പാണ്ടിമേളവും ഉണ്ടായി. വൈകിട്ട് 5-ന് ശേഷം വേല എഴുന്നള്ളത്ത് തുടങ്ങി. കൊടുമ്പ് വിഘ്നേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, പൂക്കാവടി, വണ്ടിവേഷം എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളത്ത്. വൈകിട്ട് നിറമാല, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടായിരുന്നു. രാത്രി 9:30 വേല കാവുകയറി. ഭിക്ഷാടനത്തിനെത്തിയ കുട്ടിയെ രക്ഷപ്പെടുത്തി. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടീം, ശരണബാല്യം പദ്ധതി, റെസ്ക്യൂ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഭിക്ഷാടനം നടത്തുന്നതായി കാണപ്പെട്ട 6 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. കുട്ടിയുമായി ആശയവിനിമയം നടത്തിയതിൽ നിന്നും രക്ഷിതാക്കളെ സംബന്ധിച്ച വിവരം ലഭ്യമാകാതിരുന്നതിനാൽ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ എത്തിച്ചു. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. ബാലനീതി നിയമം സെക്ഷൻ 75 പ്രകാരം കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട രക്ഷകർത്താക്കൾ കുട്ടികളെ ചൂഷണത്തിന് വിധേയരാക്കിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷയുണ്ട്. സെക്ഷൻ 76 പ്രകാരം കുട്ടികളെ ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നത് 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് മുതൽ 19 വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം പല ജില്ലകളിലും മലയോര മേഖലകളിൽ ഒഴികെ ഈ മാസം 19 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഷോജോ ജോണിന്റെ മരണം സംശയം തീരാതെ കുടുംബം. ലഹരി കേസിൽ എക്സൈസിന്റെ പിടിയിലായ ഇടുക്കി സ്വദേശി ഷോജോ ജോണിനെ ലോക്കപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ പകച്ചു നിൽക്കുകയാണ് കുടുംബം. 5 മാസം മാത്രമായ കുട്ടിയുൾപ്പെടെ 3 പെൺമക്കളുണ്ട് ഷോജോ ജോണിന്. വർഷങ്ങളായി പാലക്കാട് കാടാങ്കോടുള്ള വാടക വീട്ടിലാണ് ഇവരുടെ താമസം. ലോറി ഡ്രൈവറായ ഷോജോ ജോൺ മുമ്പൊരിക്കലും ഇത്തരം കേസുകളിൽ കുടുങ്ങിയിട്ടില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭാര്യ ജ്യോതി പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ഭർത്താവ് വീട്ടിൽ വന്നത്. അതിനു പിന്നാലെ കുറച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരും വന്നു. ഞാനും കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ച ശേഷം ഒരു നീല ബാഗിന്റെ കാര്യം പറഞ്ഞു. തിരഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ല. പിന്നീട് ഒരു ബാഗിൽ നിന്നും അവർ ലഹരി മരുന്നെടുക്കുന്നത് കണ്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവർ കൊണ്ടുപോയി. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് വിളിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് അറിയിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് ഉദ്യോഗസ്ഥർ കാണില്ലേ? അവിടെ ഡ്യൂട്ടിക്ക് ആളുകളുണ്ടല്ലോ. അവർ പറയുന്നതൊന്നും വിശ്വസിക്കാനാവുന്നില്ലെന്നും ജ്യോതി പറഞ്ഞു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പ്രധാന അധ്യാപകൻ മരിച്ചു. കൊപ്പം ജംഗ്ഷനിൽ ലോറി സ്കൂട്ടറിലിടിച്ച് റിട്ടയർഡ് പ്രധാന അധ്യാപകൻ മരിച്ചു. അകത്തേത്തറ ദുർഗാനഗറിൽ ആബ ഹൌസിൽ കെ സദാശിവൻ നായർ 37 മരിച്ചത്. ഇടിച്ച ലോറി നോർത്ത് പോലീസ് പിടിച്ചെടുത്തു. ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:20 സംഭവം. കന്നഡ വാങ്ങാൻ ശേഖരിപുരത്തുള്ള കടയിലേക്ക് പോകുകയായിരുന്നു സദാശിവൻ. മണലി ബൈപ്പാസിൽ കൊപ്പം ജംഗ്ഷൻ സിഗ്നലിന് സമീപം എത്തിയ ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റു. കാലിലും വണ്ടി കയറി. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കല്ലേക്കുളങ്ങരയിൽ ജൂനിയർ ബേസിക് LP സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകനായിരുന്നു സദാശിവൻ നായർ. വിദേശത്തുള്ള മകൻ എത്തിയ ശേഷം വ്യാഴാഴ്ചയാണ് സംസ്കാരം. 2 ആഴ്ചയായി കുടിവെള്ളമില്ലാതെ വേങ്ങശ്ശേരി നിവാസികൾ.
രണ്ടാഴ്ചയിലേറെയായി കുടിവെള്ളമില്ലാതെ വേങ്ങാശ്ശേരി നിവാസികൾ ബുദ്ധിമുട്ടുന്നു. വേങ്ങാശ്ശേരി കടമ്പഴിപ്പുറം റോഡ് തുടങ്ങുന്ന ഭാഗം മുതൽ തേലക്കാട്ടുപടി ആലങ്ങാട് ഭാഗമെത്തുന്നത് വരെയുള്ള കുടുംബങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പ്രദേശത്തെ 100-ലേറെ കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. വേങ്ങശ്ശേരി അകവണ്ടിയിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ ഭാഗത്തേക്കടക്കം വെള്ളമെത്തിയിരുന്നത്. ജൽജീവൻ പദ്ധതിയിൽ ഇതുവഴി പൈപ്പിട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് വെള്ളമെത്താതായത്. കടമ്പൂരിലെ ജലസംഭരണിയിൽ നിന്നുള്ള പൈപ്പ് ലൈനിലേക്ക് കണക്ഷൻ മാറിക്കൊടുത്തപ്പോഴുണ്ടായ ബ്ലോക്കാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. മറ്റു പ്രദേശങ്ങളിലേക്ക് സുഗമമായി വെള്ളമെത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വേനലായാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന വേങ്ങശ്ശേരി മേഖലകളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് അകവണ്ട തോട്. അകവണ്ട, വേങ്ങശ്ശേരി, പാലാരി വാർഡുകളിൽ പൂർണ്ണമായും, കണ്ണമംഗലം, ചെറുമുണ്ടശ്ശേരി, പുലാപ്പറ്റശ്ശേരി വാർഡുകളിൽ ഭാഗികമായും വെള്ളം വിതരണം നടക്കുന്നത് അകവണ്ട തോട്ടിൽ നിന്നാണ്. ചെറുകിട ജലപദ്ധതികളിൽ നിന്ന് പോലും വെള്ളമെത്താത്ത പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങുന്നത് വ്യാപകമായ പരാതിക്കിടയാക്കിയിട്ടുണ്ട്. അകവണ്ടിയിൽ തടയണയടക്കം കെട്ടിയിട്ടുമുണ്ട്. കിണറുകളോ കുഴൽ കിണറുകളോ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ഏക ആശ്രയം പൈപ്പ് വെള്ളമാണ്. വീടുകളിൽ കിണർ സൗകര്യമില്ലാത്തവർ ദൂരസ്ഥലങ്ങളിൽ അടക്കം പോയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ പരിഹരിക്കുമെന്നും ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. കീഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കൊടിയേറി. കീഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 8 ദിവസത്തെ പൂരാഘോഷത്തിന് കൊടിയേറി. പ്രധാന പൂജാരി ശങ്കരനാരായണൻ നായർ കുളങ്കര കാർമ്മികനായി. കീഴൂർ മേലൂർ ദേശവാസികളുടെ സാന്നിധ്യത്തിൽ മംഗളവാദ്യധ്വനികളോടെയായിരുന്നു കൊടിയേറ്റം. പോരൂർ ഉണ്ണികൃഷ്ണന്റെയും ശുഗപുരം ദിലീപിന്റെയും ഇരട്ടത്തായമ്പകയും ഉണ്ടായി. വെള്ളിനേഴി കൃഷ്ണപ്രസാദ് കുറുപ്പിന്റെ നേതൃത്വത്തിൽ കളമ്പാട്ടുമുണ്ടായി. ഇടപ്പള്ളിമന കൃഷ്ണൻ നമ്പൂതിരി കളംപൂജ നടത്തി. മേളത്തോടെ പ്രദക്ഷിണത്തിന് ശേഷം കൂത്തുമാടം കൊട്ടിക്കയറിയതോടെ തോൽപ്പാവക്കൂത്ത് തുടങ്ങി. രാവിലെ വിശേഷാൽ പൂജകളും നിറബറ സമർപ്പണവും ഉണ്ടായി. സുബ്രഹ്മണ്യൻ കോവിൽ വഴി പുതിയ റോഡിന് സ്ഥലം വിട്ടു നൽകിയ വ്യക്തികളെയും ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും 70 വയസ്സ് കഴിഞ്ഞ മുൻകാല പ്രവർത്തകരെയും ആദരിച്ചു. തായമ്പകയും ദാരികവധം പാട്ടും പ്രസാദമൂട്ടും ഉണ്ടായി. സന്ധ്യയ്ക്ക് ചെണ്ടവാദ്യം അഭ്യസിച്ചവരുടെ അരങ്ങേറ്റവും ഇരിഞ്ഞാലക്കുട ആശാ സുരേഷിന്റെ സോപാന സംഗീതവും ഉണ്ടായി. വെള്ളിയാഴ്ച രാത്രി 7-ന് പഞ്ചമദ്ദളകേളിയും 9-ന് ഭക്തിനാമാർച്ചനയും ഉണ്ടാകും. നിത്യേന വിവിധ കലാപരിപാടികളും കളമ്പാട്ടും തോൽപ്പാവക്കൂത്തും ഉണ്ടാകും. ചെറിയാറാട്ട് 19-നും വലിയാറാട്ട് 20-നും 27 ആനകൾ അണിനിരക്കുന്ന കീഴൂർ പൂരം 21-നും ആഘോഷിക്കും. മുതുകുർശിയിൽ അടയ്ക്കമോഷണ യുവാവ് പിടിയിൽ. മുതുകുർശി പ്രദേശത്ത് അടയ്ക്കാമോഷണ ശ്രമത്തിനിടെ ഒരാൾ പോലീസ് പിടിയിൽ. പുല്ലിശ്ശേരി പ്ലാക്കാൽ കടവ് രഞ്ജിത്ത് 27 പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന തെങ്കര കുമാരൻ രക്ഷപ്പെടുകയായിരുന്നു. ഉണക്കാനിട്ടിരുന്ന 15 കിലോ അടയ്ക്കയാണ് മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചത്. നാട്ടുകാർ പ്രതിയെ തടഞ്ഞുവെച്ച് കല്ലടിക്കോട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പ്രദേശത്ത് അടയ്ക്ക മോഷ്ടിച്ച സംഭവത്തിൽ കഴിഞ്ഞ മാസവും 2 പേരെ കല്ലടിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. CI V നിജാം, SI KK പത്മരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. കോട്ടോപ്പാടത്ത് വീടിന് പുറകിൽ കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോലിന് തീപിടിച്ചു.
കോട്ടോപ്പാടത്ത് വീടിന് പിന്നിലായി ഷെഡിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോൽ കെട്ടുകൾ കത്തി നശിച്ചു. കോട്ടോപ്പാടം മുഹമ്മദ് നാലകത്ത് എന്നയാളുടെ വീട്ടുവളപ്പിലാണ് വൈക്കോലിന് തീപിടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 1-നാണ് സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 10,000-ഓളം വൈക്കോൽ ചുട്ടുകളാണ് ഉണ്ടായിരുന്നത്. 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന 2 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത്. തുടർന്ന് വൈകിട്ട് 4:30 താഴേക്കാട് പൂവത്താണി ഭാഗത്ത് ദേശീയപാതയോരത്തായുള്ള സ്വകാര്യ വ്യക്തിയുടെ തേക്കിൻ തോട്ടത്തിൽ തീപിടിച്ചതും സേനാംഗങ്ങളെത്തി കെടുത്തി. 1 ഏക്കറോളം ഭാഗത്തെ അടിക്കാടുകളാണ് കത്തി നശിച്ചത്. രക്ഷാപ്രവർത്തനങ്ങളിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് അനി, ടി ജയരാജൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഒ വിജിത്, ആർ രാഹുൽ, എം എസ് ശോഭിൻ ദാസ്, കെ പ്രശാന്ത്, ബി സുജീഷ്, എൻ അനിൽകുമാർ, വി നിഷാദ് എന്നിവർ പങ്കെടുത്തു. ഇനി ആരോഗ്യം. നേച്ചർ സ്കോർ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയത് പരിശോധിക്കാം. കൂടുതൽ പച്ചപ്പും ഹരിതാഭയും ഒക്കെയുള്ള നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതില്ലാത്ത ഇടങ്ങളിലെ നഗരവാസികളെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട മാനസികാരോഗ്യം ഉണ്ടാകുമെന്ന് പഠനം. ടെക്സാസിലെ A&M യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. നഗരങ്ങളിലെ വായു നിലവാരം, ശബ്ദപ്രകാശ മലിനീകരണം, മരത്തലപ്പുകളുടെ വ്യാപ്തി എന്നിവയെല്ലാം അളക്കുന്ന നേച്ചർ സ്കോർ ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത്. ഈ സ്കോർ 80 മുതൽ 100 വരെയുള്ള നഗരപ്രദേശങ്ങളുടെ പ്രകൃതിയുടെ ഉട്ടോപ്പിയായും 0 മുതൽ 19 പോയിന്റുള്ള ഇടങ്ങളെ പ്രകൃതി സമ്പത്തിൽ ന്യൂനതകളുള്ള ഇടമായും കണക്കാക്കുന്നു. നേച്ചർ സ്കോറിനൊപ്പം 2014 മുതൽ 2019 വരെയുള്ള ടെക്സാസ് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് പബ്ലിക് യൂസ് ഫയലുകളും ഗവേഷണത്തിനായുള്ള ഉപയോഗപ്പെടുത്തി. ഈ ഡേറ്റയിൽ നിന്ന് വിഷാദരോഗം, ബൈപോളാർ തകരാറുകൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ സംബന്ധിച്ച 6,13,91,400 OP കേസുകൾ തിരഞ്ഞെടുത്തു. ഇതിൽ ടെക്സാസ് നഗരഭാഗങ്ങളിലെ 1169 സിപ്പ് കോഡ് പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ഉൾപ്പെടുന്നു. ഒരു പ്രദേശത്തെ നേച്ചർ സ്കോർ ഉയരുന്നതിനനുസരിച്ച് അവിടുത്തെ മാനസികാരോഗ്യ ചികിത്സകളുടെ തോത് കുറയുന്നതായി ഗവേഷകർ ഇതിൽ നിന്നും നിരീക്ഷിച്ചു. ഒരു പ്രദേശത്തെ മരങ്ങളുടെയും ചെടികളുടെയും തോത് വർദ്ധിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട മാനസികാരോഗ്യവും ക്ഷേമവും പ്രദേശവാസികൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ഗവേഷകർ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മസ്റ്ററിംഗിന്റെ പേരിൽ റേഷൻ ഉപഭോക്താക്കളെ ദ്രോഹിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസറെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഗുരുദക്ഷിണ 2024 അവാർഡ് ദാനം ഞായറാഴ്ച. ഓൺലൈൻ തട്ടിപ്പ് യുവാവ് അറസ്റ്റിൽ. പിരാരി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.